നെടുമങ്ങാട് ഇരിഞ്ചയത്ത് വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. 60-കാരി ദാസിനിയാണ് മരിച്ചത്. അപകടത്തിന്റെ വ്യാപ്തി കുറിച്ച് നാട്ടുകാരുടെയും പോലീസിന്റെയും സംയോജിത ഇടപെടൽ ഉണ്ടായി. അവിടെ കാട്ടാക്കട പെരുങ്കടവിളയിൽ നിന്ന് മൂന്നാറിലേക്ക് ടൂർ പോയ സംഘം സഞ്ചരിച്ച ബസ് രാത്രി 10:15 അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടൻ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടങ്ങി. മിനിറ്റുകൾ കൊണ്ട് ബസ്സിലുള്ള മുഴുവൻ ആളുകളും ആശുപത്രിയിലേക്ക്. ഒരു കൂട്ടം മനുഷ്യരുടെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് ഒരു പിടി ജീവനുകൾ. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ഈ വണ്ടി ഒരു കാലി അശോക് ലാലാന്റെ വണ്ടിയായിട്ട് മത്സരിച്ച് വന്നതാ. അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കാല് കൊടുത്താ പിന്നെ പുള്ളി കാലെടുത്തില്ല. അതേ വളവിൽ ആ ഒടിവ് സംഭവിച്ച സമയത്ത് തന്നെ അതിൽ ലോക്കായി. ആ ഒരു ടാറിങ്ങിന്റെ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ വണ്ടി ലോക്കായപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതാ. അമിത വേഗതമായിരുന്നു. വേഗത മാത്രമല്ല, പുള്ളി ഒരു തരം ക്രൈസ് ആണ് കാണിച്ചത് വണ്ടിയില. അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് 49 പേർ. പരുക്കേറ്റ 28 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 10 പേർ SIT ആശുപത്രിയിലും ബാക്കിയുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല. അതേസമയം അപകടത്തിൽ മരണപ്പെട്ട ദാസിനിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം സംബന്ധിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. 24 തിരുവനന്തപുരം. എന്തായാലും ആ അപകടം, അതിൽ വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നുണ്ട്. ഈ ഡ്രൈവർ ഈ അപകടശേഷം തന്നെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നൊരു വിവരം വരുന്നു. അരുൾദാസാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്നാൽ ഈ അരുൾദാസ് എന്ന് പറഞ്ഞ ഡ്രൈവറുടെ കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് കൂടി വിവരം ലഭിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപകട സമയത്ത് ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്ന ഒരു നിഗമനം കൂടെ പോലീസ് പറയുന്നുണ്ട്. അതൊരു പ്രാഥമിക നിഗമനമാണ്. നമുക്ക് ഒരു ബൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അകത്ത് കയറി കാണുമ്പോൾ 7 പേര് കിടക്കുകയാണ്. 7 പേരെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ. മുറിവില്ലാതെ ഒരാളാണ് മരണപ്പെട്ടതിലൊരാൾ ഇപ്പം മരണപ്പെട്ടത്. അപ്പം നല്ല അടി കൊണ്ട് തലയ്ക്ക് ക്ഷതമേറ്റതായിരിക്കാമെന്നാണ് സാധ്യത. അതുകൊണ്ട് അത്തരത്തിലുള്ള അബോധാവസ്ഥയോ അല്ലെങ്കിൽ അതുപോലത്തെ ലക്ഷണമുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ബാക്കിയുള്ള ആളുകൾ നെടുമങ്ങാട് പ്രാഥമിക ചികിത്സ നടത്തുകയും അവിടെ മുനിസിപ്പൽ ചെയർമാൻ അവിടെ സ്പോട്ടിൽ നിൽപ്പുണ്ട്. പോലീസ് DYSP അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ആ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞ ഉടൻ തന്നെ ഇടപെടാൻ രംഗത്തിറങ്ങാൻ ആവശ്യമായ നിർദ്ദേശം ഞാൻ നൽകുകയുണ്ടായി. ഈ വണ്ടി ഒരു കാലി അശോക് ലാലാന്റെ വണ്ടിയായിട്ട് മത്സരിച്ച് വന്നതാ. അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കാല് കൊടുത്താ പിന്നെ പുള്ളി കാലെടുത്തില്ല. അതേ വളവിൽ ആ ഒടിവ് വി ജയശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും. ജയ്, അപ്പോൾ ഇതൊരു വലിയ അപകടം തന്നെയാണെന്ന് പറയാം. കാരണം വെച്ചാൽ കൃത്യമായി ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു വിനോദയാത്രാ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് പോവുകയായിരുന്ന ഒരു വാഹന സംഘം. അതിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. അപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് കൃത്യമായ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിൽ എന്തുകൊണ്ട് പോലീസ് എത്തുന്നു? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അതായത് ഇന്നലെ രാത്രി 10:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഈ അപകടമുണ്ടായ ആദ്യ മിനിറ്റുകളിൽ തന്നെ നാട്ടുകാർ ഈ അപകട സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എത്തി. ഒരു 30 മിനിറ്റുള്ളിൽ തന്നെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും മാറ്റി. 49 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ മാറ്റി. എന്തായാലും ഈ അപകടം നടന്നതൊരു വളവുള്ള പ്രദേശത്താണ്. ഈ നാട്ടുകാരും മറ്റും നമ്മൾ നേരത്തെ കേട്ടു അവരുടെ പ്രതികരണം. അമിത വേഗതയിലായിരുന്നു ഈ ബസ്. മറ്റൊരു വാഹനവുമായി ഒരു റേസിംഗ് വരെ നടത്തിയെന്നാണ് നാട്ടുകാർ എന്തായാലും അഭിപ്രായപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ബസ് ഡ്രൈവർ അരുളിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടുകയും പിന്നീട് ഇയാളെ കാണാതാകുന്നൊരു സാഹചര്യം ഉണ്ടായി. പോലീസ് രാത്രി ഏറെ വൈകി 4:45 കൂടിയാണ് ഈ അരുളിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അത്രമാത്രം
എത്രമാത്രം പോലീസ് സംവിധാനം ഇഫക്റ്റീവായി ഈ അപകടത്തിന് പിന്നാലെ പ്രവർത്തിച്ചു. എന്തായാലും ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ എന്തായാലും വണ്ടി അമിത വേഗതയിലായിരുന്നു. അമിത വേഗതയിൽ ഓടിച്ചപ്പോൾ ഇത്തരത്തിലൊരു കയ്യിൽ കിട്ടിയില്ല എന്നൊരു മറുപടി, ഒരു മൊഴിയാണ് പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുന്ന കാര്യത്തിലേക്ക് പോലീസ് രാവിലെയോടെ തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഡ്രൈവർ അരുൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ഏറെക്കുറെ അമിത വേഗതയിലാണ് വണ്ടി ഓടിച്ചതെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യപിച്ചല്ല വണ്ടി ഓടിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട്. അതിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ഒരു ജനകീയ ഇടപെടൽ, ഒരു ജനകീയ രക്ഷാപ്രവർത്തനമാണ് ഈ അപകടത്തിന്റെ തോത് എന്തായാലും കുറച്ചിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് 28ഓളം പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 10ഓളം പേർ SIT ആശുപത്രിയിലും ബാക്കിയുള്ളവർ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഒക്കെയാണ് ചികിത്സയിലുള്ളത്. ആരുടെയും നില ഗുരുതരമല്ല എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ പോലും ഈ അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 60 വയസ്സുള്ള സ്ത്രീയുടെ മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചു. എന്തായാലും ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, ആംബുലൻസുകൾ ഉൾപ്പെടെ ആ സമയത്ത് പാഞ്ഞെത്തി. ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി. നാട്ടുകാർ സംഭവ സ്ഥലത്ത് തന്നെ സജീവമായി ഉണ്ടായിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെ GR അനിലും ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് ഉൾപ്പെടെ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തി. എന്തായാലും ഇനി കൃത്യമായി പോലീസിൻ്റെ അന്വേഷണം നടക്കാനുണ്ട്. പോലീസ് ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി തുടർ കാര്യങ്ങൾ രാവിലെയോടുകൂടി നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നത്. പക്ഷേ നാട്ടുകാർ കൃത്യമായി ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിനോദയാത്രാ സംഘമാണത്. അതിലെ ബസ്സിൽ പോലും ഈ പറയുന്നത് മത്സരോട്ടത്തിന് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ചെറിയ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ബസ്സാണ്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ വീണ്ടും നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അതാണ്, വാഹനം ഓടിക്കുന്ന എല്ലാ വ്യക്തികളും, അതേപോലെ റോഡിലൂടെ നടക്കുന്നവരാണെങ്കിലും ചട്ടം പാലിച്ച് ചെയ്യുക. ഈ പറയുന്ന പോലെ ഓവർ സ്പീഡ്, ഇതൊക്കെ എത്ര പേരുടെ മരണത്തിന്, എത്ര പേരുടെ, ഇപ്പൊ ഇന്നലെ തന്നെ എത്ര സന്തോഷത്തോടു കൂടെ പോയി തിരിച്ചു വരേണ്ട ഒരു യാത്രയാണ്. അപ്പോ മത്സരയോട്ടമൊക്കെ അതും ഈ പറയുന്നത് പോലെ ഒരു വിനോദയാത്രാ സംഘം ഒരു ബസ് മത്സരോട്ടത്തിന് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എന്താണ് പറയുക, അംഗീകരിക്കാൻ കഴിയുന്നില്ല. മറ്റും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ കൂടി ഈ പറയുന്ന ഒരു വലിയ അപകടം നടന്നു. എന്തായാലും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാതിരുന്നത് നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്.